മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാല കോട്ടയം റോഡിൽ ചേർപ്പുങ്കൽ ടൗണിൽ നിന്നും ഒരു 600 മീറ്റർ ദൂരം മാത്രം പോയാൽ മതി. PWD റോഡിൽ നിന്നും വെറും 50 മീറ്റർ ദൂരം അകത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത് ഈ കാണുന്ന ഒരു പുതുപുത്തൻ വീട്, നല്ല ഫിനിഷിംഗ് ഉള്ള, നല്ല അടിപൊളിയായിട്ട് നല്ല വ്യൂ ഉള്ള രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് ഇവിടെ പണി പൂർത്തിയായി കഴിഞ്ഞു. 12 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള പുതിയ വീട്. പുറത്തെ പണികൾ കുറച്ച് പോളിഷിങ്, കുറച്ച് പെയിന്റിങ് ഒക്കെ ബാക്കിയുണ്ട്. അത് മഴയായതുകൊണ്ട്, തുടർച്ചയായ മഴയായതുകൊണ്ട് മാത്രം ഫിനിഷ് ആകാതാണ്. മുഴുവൻ ഫിനിഷ് ചെയ്ത് മുഴുവൻ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരും. 90 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. പഞ്ചായത്ത് റോഡരികിൽ നിന്ന്, നമുക്ക് വഴിയുടെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ആരും ചോദിക്കുകയല്ല. പഞ്ചായത്ത് റോഡരികിൽ തന്നെയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല. പാല കോട്ടയം റൂട്ടില് ചേർപ്പങ്കലിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു കിടുക്കൻ വീടിന്റെ, ഇരുനില വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 12 സെന്റ് സ്ഥലത്തില് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള പഞ്ചായത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന, ഞാനിപ്പോൾ പഞ്ചായത്ത് റോഡിലാണ് നിൽക്കുന്നത്. ഇത് വീതിയുള്ള റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഒരു 50 മീറ്റർ ദൂരം മാത്രം വന്നു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഇമേജ് എന്ന് പറയുന്നത്. മുറ്റമൊക്കെ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് ഗാർഡന് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റിങ്, പുറത്തെ പെയിൻറ്റിങ് ബാലൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് പണികളും കൂടി ബാലൻസ് നടത്തിക്കൊണ്ടുള്ള ഒരു ബാലൻസ് ഉണ്ട്. അത് കാരണം മഴയായതുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാതെ പോകുന്നതാണ്. ഈ സൈഡിലേക്ക് നമ്മൾ വന്നു. ഈ സൈഡിൽ നിന്ന് തറയ്ക്കൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ടുള്ളതാണ്. തറ കാണിക്കാതെ വീഡിയോ എടുക്കണം എന്നാണ് ഓണർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ശരി, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ മുറ്റം. നല്ല മുറ്റം സൗകര്യങ്ങളുമുള്ള, അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 2 നില വീട്. നമുക്കറിയാം, 2 നില വീട് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 2 നില വീടാണെങ്കിൽ പകുതി സ്ക്വയർ ഫീറ്റാണ് താഴെ വരിക, ബാക്കി പകുതി സ്ക്വയർ ഫീറ്റ് മുകളിലും വരും. അപ്പോൾ തന്നെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അളവ് ലഭ്യതയൊക്കെ കൂടും. നല്ല വെട്ടുകല്ല് മോഡലത്തെ കിണറാണ് ഇത്. ബാക്കിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് പോലെ വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഒരു ഡോറ്, ഹാളിൽ നിന്നും ഇറങ്ങാനായിട്ടുള്ള ഡോറുണ്ട്. ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണ്. നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കടന്നിയല്ലാം. കാർ പോർച്ച്, നല്ല വലിപ്പമുള്ള ഒരു കാർ പോർച്ചാണ്. കയറി വരുമ്പോൾ തന്നെ വാഹനം കയറ്റി എടുത്തിരിക്കാനും, ഒപ്പോ ഞാൻ എൻ്റെ വണ്ടി ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ വണ്ടി ഇട്ടാലും ഇനി ഒരു 4 വണ്ടി 5 വണ്ടിയും കൂടെ കയറ്റിയിടാൻ മാത്രം മുറ്റമുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇവിടെ പബിൾസ് ഒക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. നേരെ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പും ബോർഡറും എല്ലാം ഗ്രാനൈറ്റ് ഇട്ടുകൊണ്ട്, ബാക്കി വെർട്ടിഫൈഡ് ടൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈന്. സിമ്പിളാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ്. നമ്മൾ തുറന്ന നേരെ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു. ഇതാണ് സ്വീകരണ മുറിയുടെ നല്ലൊരു വ്യൂ, നല്ലൊരു ദൃശ്യങ്ങൾ. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും സ്പോട്ട് ലൈറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ വാം ഫീലിംഗ് ഉള്ള ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും അതിമനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറിയാണ്. ഇതാണ് TV യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെ വന്നിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വർക്കിന് ശേഷം നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് എന്ന് നമ്മൾ പറഞ്ഞ ആ ഡോറ് ഇതാണ്. നല്ലൊരു ഭംഗിയാണ് ഈ ഡോറ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ വേണമെങ്കിൽ ഒരു സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ ഒരു കോർട്ടിയാർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവമായി മാറുന്നു. ഒരു ഡോറ്, അതിന് 2 സൈഡിലും വിൻഡോസ്, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ഉള്ള കാര്യമാണ്. നല്ല താല്പര്യമുള്ള നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഇതാണ്. നല്ല കബോർഡ് വർക്കുകൾ, ACP ഷീറ്റുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്.
കബോർഡിൻ്റെ താഴേക്ക് നല്ല ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിമനോഹരമായി കഴിഞ്ഞു. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയാണ് കാണുന്നത്. നമ്മുടെ വർക്ക് ഏരിയ. പുകയില്ലാത്ത അടുപ്പ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിപ്പോൾ പലരും വേണ്ട, ഇതെന്തിനു ചെയ്തു എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് ഇപ്പോൾ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ്. ഇവിടെ കുറച്ച് ഫാൻസി ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ വീടിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ സ്റ്റെയർ കേസ് കാണാം. ഇവിടെ 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. തടി കൊണ്ടുള്ളതാണ് ഡോറുകളെല്ലാം. കയറുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റ്. നമുക്ക് ആദ്യം ബെഡ്റൂമിൻ്റെ സീനറികളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ടോയ്ലറ്റ് കാണുവാനായിട്ട് പോവാം. ആവശ്യത്തിന് ജനപ്പാളികൾ, അതുപോലെ തന്നെ AC-യുടെ പോയിന്റ് എല്ലാം ഈ ബെഡ്റൂമിലുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ്. വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാം എന്നുള്ള കണ്ടീഷനുള്ളതാണ് ടോയ്ലറ്റ്. നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകൾ, മിറർ ലാമ്പ്, അതുപോലെ തന്നെ സെറായുടെ മെറ്റീരിയലുകളാണ്. ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസിൻ എല്ലാം വന്നിരിക്കുന്നത് സെറായാണ്. ഇവിടെ എക്സോസ്റ്റ് ഫാൻ വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി. ഡൈനിങ് ഹാൾ വഴി ഇതാണ് നമ്മുടെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ്. ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിൽ നല്ല മനോഹരമായ വാഷ് കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. ഇൻവേർട്ടറിൻ്റെ പോയിന്റൊക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ചെറിയൊരു കബോർഡ് വർക്കുകൾ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പ്, ഷൂവ്, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ ഇതെല്ലാം എടുത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കബോർഡുകൾ എക്സ്ട്രാ ഇവിടെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മനോഹരമായ കബോർഡ് വർക്കുകളാണ്. 3 പാളിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഗംഭീര വീട്, ഗംഭീര ലൊക്കേഷൻ, പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ ടൗണിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. നമുക്ക് മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് മീനച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ മുകളിലത്തെ നിലയിലേക്ക് കയറി ഇവിടെ 2 ബെഡ്റൂം, ടോട്ടലി 4 ബെഡ്റൂമാണ് ഈ വീടിന്. നമുക്ക് ഈ മുകളിൽ നിൽക്കുമ്പം കാണാം ബാക്ക് സൈഡിലൊക്കെ ഉള്ള വീടുകൾ എല്ലാം 2500-3000 സ്ക്വയർ ഫീറ്റ് വലിയ വീടുകൾ തന്നെയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്, ഈ ചുറ്റുവട്ടം എല്ലാം ഉള്ളത്. താഴത്തെ നില കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ബെഡ്റൂമാണ് മുകളിൽ. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ എല്ലാം നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിങ്ങിൽ പണി തീർത്തിരിക്കുന്ന നല്ലൊരു വീടാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഹോള്. നമുക്കിതിനൊരു ബാൽക്കണി പോലെയാണ്. ഈ ബാൽക്കണി ഒന്ന് കാണാം. അപ്പോൾ ഗംഭീരമായൊരു വീട് കോട്ടയം പാലാ റൂട്ടിൽ ചേർപ്പങ്കൽ മെഡിസിറ്റി, ചേർപ്പങ്കൽ പള്ളി, ചേർപ്പങ്കൽ ടൗണിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. 90 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആയിട്ടുള്ള വീട്. അപ്പോൾ
മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.